MRC തൊപ്പി, ഷമീർ, മമ്മു, മുന്നു അല്ലെ അങ്ങനെ കുറെ പേരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിവാദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് MRCയിൽ ഉണ്ടായിരുന്ന ഷമീർ ഇപ്പോൾ ആള് MRC എന്ന് പറഞ്ഞ ടാഗൊക്കെ മാറ്റിയിട്ടുണ്ട്. ഷമീർ ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് വരും. അതായത് പുള്ളി ഡ്രഗ്സ് അടിച്ചിട്ടില്ല. കാരണം ഇവരുടെ ആ വിഷയത്തിന്റെ ഇടയ്ക്ക് മുഴുവൻ ഇവർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കോൺട്രവേഴ്സീസ് ഒക്കെ വന്നായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കുറെ പേർക്ക് അറിയാവുന്നതാണ്. ഇവര് ലൈവ് തൊപ്പിയുടെ ഇതിൽ ലൈവായിട്ട് വരുന്നു. ഇവരൊരു ഗ്യാങ് ഹൗസ് ഉണ്ട്, ആ ഹൗസിലാണ് ഇവർ ഒന്നിച്ച് താമസിക്കുന്നു. അതിൻ്റെ ഇടയിൽ കഞ്ചാവടി, പുകവലി അല്ലെങ്കിൽ മറ്റ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, MDMA വരെയുള്ള സാധനങ്ങൾ ഉണ്ടെന്നൊക്കെ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി അവർ തമ്മിൽ തെറ്റിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഷമീർ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ ലാബ് ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി പുള്ളിക്കാരൻ ഒരു ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ ടെസ്റ്റിൻ്റെ അകത്ത് കൃത്രിമം കാണിച്ചു എന്നും പറഞ്ഞാൽ ടെസ്റ്റിനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ യൂട്യൂബർ സീക്രട്ട് ഏജന്റ്, അതായത് സായി കൃഷ്ണ. സീക്രട്ട് ഏജന്റിന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്കറിയാം അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യം. എന്തായാലും ആദ്യം സീക്രട്ട് ഏജന്റ് നമുക്ക് ഷമീറിന്റെ ഒരു വീഡിയോ ആദ്യം കാണാം. ഇതാണ് റിസൾട്ട്. എന്താണെന്നറിയില്ല, ഞാൻ തന്നെ നോക്കട്ടെ. ഒന്ന് പിടിക്കാം, ഞാൻ തെറ്റാണോ? ഓക്കെ, ഇത് ആദ്യത്തെ പോലെ തന്നെ. യെസ്, ഇവിടെ ഷമീർ ശരിക്കും ആ ടെസ്റ്റുകളൊക്കെ ചെയ്തതിന്റെ റിസൾട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ റിസൾട്ടിൻ്റെ അകത്താണ് അവൻ കൃത്രിമം കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മളെ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ മറച്ചു പിടിച്ചൊക്കെ കാണിക്കുന്ന സീനൊക്കെ ഉണ്ട്. എന്തോ ഒരു സാധനം മറയ്ക്കാനായിട്ടൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ഇത് തോന്നുന്നുണ്ട്. അതായത് ഇവർ ഡ്രഗ്സ് അടിച്ചിട്ടില്ല. കാരണം ഇവർക്കെതിരെ എല്ലാം കേസ് പോയിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയ വഴി നമ്മൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതായത് ഇവരുടെ ലൈവും കാര്യങ്ങളും എല്ലാം ഒരുപാട് പേര് കാണുന്നതാണല്ലോ. ഇതൊക്കെ നമ്മൾ പറയാതെ തന്നെ അറിയാലോ. അതിലേക്കാണ് ഇപ്പം റിസൾട്ടും പൊക്കി പിടിച്ചുകൊണ്ട് വന്നത്. ഇപ്പം റിസൾട്ട് ഫേക്കാന്ന് ഉള്ളത് സീക്രട്ട് ഏജന്റ് കണ്ടുപിടിച്ച് പുള്ളി അത് തെളിയിച്ച് ഏകദേശം ലാബുകാരെയൊക്കെ വിളിച്ചു. നമുക്ക് ആ ഒരു സീക്രട്ട് ഏജന്റ്, അതായത് സായി സംസാരിക്കുന്ന ആ ഒരു വീഡിയോയും കൂടി ഒന്ന് കാണാം. വന്ന റിസൾട്ട് അല്ല ഇവൻ കാണിച്ചത് എന്നുള്ളത് എനിക്ക് ഉറപ്പായപ്പോൾ ഞാൻ ആ ലാബുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഒരു മെയിൻ വ്യക്തിയെ വിളിച്ച് സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങൾ കേട്ടോ. ഞാൻ ഈ ഷമീർ ഇല്ലേ, ഷമീറിന്റെ ഒരു ടെസ്റ്റ് റിപ്പോർട്ടിന് ഇത് കണ്ടിട്ടേ ഐ ഗോട്ട് ആൻ ഇൻഫർമേഷൻ ലൈക്ക് അത് ഭയങ്കര ക്രെഡിബിൾ ആയ സ്ഥലത്താണ് കിട്ടിയേ. അവൻ ആ റിസൾട്ട് കാണിച്ചത് ഫേക്ക് ആണ് എന്നുള്ളത്. സോ അത് എനിക്കറിയാം, ലാബ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഡെഫിനറ്റ്ലി ഐ നോ, ബിക്കോസ് ഞാൻ കണ്ണൂർ അന്വേഷിച്ച് നിങ്ങൾ ഭയങ്കര റെപ്യൂട്ടഡ് ആണ്. പക്ഷെ നിങ്ങളെ കൂടി പറ്റിക്കുന്ന രീതിയിൽ അവൻ അത് ചെയ്യുമ്പോ അല്ല, അത് മറ്റേ നമ്മൾ ഇന്നലെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നമ്മളത് അപ്രോപ്രിയേറ്റ്ലി ഡെസ്കിൽ വിട്ടിട്ടുണ്ട്. അതൊരു ലീഗലി അത് ചെയ്തോളൂ. നിങ്ങൾ ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അങ്ങനത്തെ നീക്കം ഉണ്ടോന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ ഓക്കെ നമ്മളത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ അയച്ചിട്ടുണ്ട്. അത് പിന്നെ അവര് അങ്ങനെ അവർ ചെയ്തോളുന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മള് തെറ്റായ പ്രവൃത്തി മറ്റേ സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് അറിയിച്ചിരുന്നു. ഓക്കെ, എന്തായാലും ലാബുകാർ ലീഗലി നീങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം, ഈ പെട്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ വീണ്ടും തലേ കട്ട വീഴുക അല്ലെ കല്ല് വീഴുക എന്ന് പറയുന്നൊരു അവസ്ഥയെ അതിനൊക്കെ അവസരം ഒരുക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇവർ സോഷ്യൽ മീഡിയ റോൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവർക്ക് അവരുടേതായ രീതിയിൽ കുറെ എന്താ പറയുന്നത്, ഈ കൃത്രിമത്വം കാണിക്കാനും അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഒക്കെ അടിച്ചു കളയാനും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അടിക്കാനും മറ്റുള്ളവർക്കിട്ട് പണി കൊടുക്കുക. അതായത് ഈ കുറെ പരിപാടികളുണ്ട്. ഒരു വീഡിയോ ഇടുന്ന ഒരാളെ അവർക്ക് നശിപ്പിക്കാൻ, അല്ല അവർക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ നശിപ്പിക്കാൻ, അങ്ങനെ ഹാക്കേഴ്സിനെയും അല്ലെ അങ്ങനത്തെ കുറെ പരിപാടി, ഹാക്കേഴ്സിനെയും ഒക്കെ വെച്ച് ചെയ്യുന്ന കുറെ പരിപാടി. അങ്ങനെ ഇരിക്കുന്ന ഈ ആളുകളൊക്കെ ഈ ലാബിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു റെപ്യൂട്ടഡ് ലാബ് എന്നൊക്കെ പറയുമ്പം ആ ലാബിന്റെ റിപ്പോർട്ടിൽ തിരുത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ലാബുകാരോടുള്ള വിശ്വാസ്യത മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം
അവർക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്. അതായത് അവർ ചെയ്തു കൊടുക്കുന്ന റിസൾട്ട് ഒരാളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ബ്ലഡ് മുതൽ യൂറിൻ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക. അതിനുശേഷം ആ ഒരു വ്യക്തി, ഏത് വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് അതിനനുസരിച്ച് ആ റിസൾട്ട് അനുസരിച്ച് വേണം മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ പൊതുവേ പറഞ്ഞുള്ളൂ. അവിടെയാണ് ആ സ്ഥാപനത്തിന്റെ ലെറ്റർ പാഡിലുള്ള സംഭവം തിരുത്തുക എന്ന് പറയുന്നത്. ഇത് ഭയങ്കര കേസും കാര്യമൊക്കെ ആയിട്ട് വാലും പറിച്ച് ഓടിയതാണ്. ഇവരൊക്കെ വേറെ എവിടെയോ ഇവരുടെ ലൈവിലൊക്കെ വരുന്നു, ലൊക്കേഷൻ ആർക്കും അറിയത്തില്ല, ഞങ്ങൾ വേറെ സ്ഥലത്താണ് ഇരിക്കുന്നത്, അങ്ങനെ എങ്ങനെയാണ് പൊട്ടത്തരമാണ് കാണിക്കുന്നത്. നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നവന്മാർ വെറും മണ്ടന്മാരാന്ന് വിചാരിക്കരുത്. കാരണം പോലീസോ സൈബർ സെല്ലോ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണെങ്കിലും തൂക്കാൻ പറ്റും, അത് വേറൊരു കാര്യം. അവിടെയാണ് നിങ്ങൾ സ്ഥലം വീഡിയോയ്ക്കകത്തൊക്കെ വന്നിട്ട് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഏതാണെന്ന് ഞങ്ങൾ റിവീൽ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പരിപാടിയുണ്ട്. അങ്ങനത്തെ കുറേ പടക്കം പൊട്ടീരും പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഉമ്മാക്കി പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഷമീറാണ് ഇപ്പോൾ ഇതിൽ തിരുത്തും കാര്യമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. എന്നതാണെങ്കിലും ഇതിനെതിരെ വീണ്ടും ഒരു കേസ് വരും. എന്തിനാടാ മോനെ ഈ പറയുന്ന പോലെ അല്ലെ, ഈ ഷമീർ ഇവന്മാർ ഏതായാലും പെട്ടു. ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക, അല്ലെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന പോലെ ഈ റവന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഇവർ IRS സ്ട്രീമിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അവർ വേറെ എന്തെങ്കിലും കോണ്ടന്റുകളൊക്കെ ചെയ്ത് ആ യൂട്യൂബിലൂടെ അവർക്ക് അവരുടെ വരുമാനം ഉണ്ടാക്കി. മറ്റേത് ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തെ പറ്റി വീണ്ടും വീണ്ടും ഇങ്ങനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മിണ്ടാതിരിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു ട്രബിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പക്ക സൈലന്റ് ആയിട്ടിരിക്കുക. അവിടെ കുറെ പൊട്ടിത്തെറികളും പരിപാടികളും കഴിയുമ്പോൾ അതങ്ങ് ഒതുങ്ങുന്ന സമയത്ത് വീണ്ടും നമ്മൾ പതുക്കെ സ്ലോയിലി നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് നമ്മൾ നോക്കണം. അതായത് നമുക്ക് പറ്റി, നമ്മൾ ഇത്രയും നാളും ചെയ്തതിൽ അപാകതകളുണ്ട്, അതുകൊണ്ടാണ് ആളുകൾ കുറ്റപ്പെടുത്തുന്നത്, അത് വിഷയമാണ്, അല്ലെങ്കിൽ പോലീസ് കേസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എറർ ഉണ്ടെങ്കിൽ നമ്മളത് റെക്ടിഫൈ ചെയ്ത് നമ്മളത് ക്ലിയർ ആകാൻ വേണ്ടി നോക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ എന്താ പറയുന്നത്, ഒന്ന് സൈലന്റ് ആയിട്ട് പിന്നീട് നിങ്ങൾ ആർക്കും കുഴപ്പമില്ലാത്ത രീതി എന്റർടൈൻമെന്റ്, നിങ്ങൾ എന്റർടൈനിങ് ആയിരുന്നല്ലോ കുറച്ച് നെഗറ്റീവായി പോയെങ്കിലും എന്തെങ്കിലും പുതിയ വഴികൾ കണ്ടുപിടിച്ച് ആൾക്കാരെ രസിപ്പിക്കുന്ന വീഡിയോസോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരണമായിരുന്നു. പകരം നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് തന്നെ. ഈ ടെസ്റ്റ് ആരെ ബോധിപ്പിക്കാനാ? ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇത് ആരെ ബോധിപ്പിക്കാനാണ്? ഇതിപ്പോൾ നമ്മളെ ആരെങ്കിലും ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ഈ പറയുന്ന പോലെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ലീഗലി ചെയ്യണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വേണമെങ്കിൽ കാണിച്ചാൽ മതി. ഇത് ലൈവിൽ കാണിക്കണമെന്ന് യാതൊരു നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇതിപ്പം ഇങ്ങനെയൊക്കെ വന്ന സ്ഥിതിക്ക് വീണ്ടും കുഴപ്പത്തിലേക്കായിരിക്കുകയാണ് ഷമീർ. സീക്രട്ട് ഏജന്റ് എന്തൊക്കെയാണ് ഇനി പറയുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ പബ്ലിക്കിൽ കാണിച്ച ഈ ഒരു പ്രൂഫ്, അതായത് ഒറിജിനൽ ഹാർഡ് കോപ്പിയിൽ നിന്ന് കോപ്പി എടുത്തു എന്ന് പറയപ്പെടുന്ന ഈ സാധനം, ഇതിലെല്ലാം നെഗറ്റീവ് എന്ന് വായിക്കുന്നുണ്ട് എൻ്റെ റിസൾട്ട്. അതിൽ ഒരു റിസൾട്ട് എൻ്റെ നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവ് കാണിച്ചത്. ഈ എന്താ ചെയ്തേ? PDF കോപ്പി വരുന്നതിൽ വാട്ടർമാർക്ക് കാണില്ല. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അത് ഡൗൺലോഡ് ചെയ്തിട്ടോ അത് നമുക്ക് നെറ്റിൽ എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്ത് വിടാൻ ഇഷ്ടംപോലെ ബിരുദന്മാരുണ്ട്. അതെന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വാട്ടർമാർക്ക് ഇല്ലാത്ത സാധനമാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, അത് നൈസായിട്ട് കോപ്പി ആയിട്ട് എടുത്ത് വെക്കാം. ഹാർഡ് കോപ്പി പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. അവിടുന്ന് കിട്ടിയ ഹാർഡ് കോപ്പി വിത്ത് വാട്ടർമാർക്ക് പുറത്ത് കാണിക്കേണ്ട കാര്യമില്ല. എന്റെ പൊന്നു ഷമീറെ, ചോദിച്ച് മേടിച്ച പണിയായിപ്പോലോ. മിണ്ടാതെ ഉരിയാടാതെ ഏതെങ്കിലും മൂലയിൽ പോയിരിക്കുക എന്നുള്ള പരിപാടിയായിരുന്നു ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ഒന്ന് ഒതുങ്ങിയെന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ വീണ്ടും നമ്മുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈവിലേക്ക് വരിക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടത്. പകരം കുരുക്കിൽ നിന്ന് ഊരാക്കുടുക്കിലേക്ക് ചെന്ന് ചാടുന്ന പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ടെൻഷൻ അടിച്ച് പണ്ടാരം അടങ്ങാതെ സൈലന്റ് ആയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുഴപ്പങ്ങൾ എവിടെ ക്ലിയർ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരോടെങ്കിലും ക്ഷമ പറയണം. ഇപ്പം ലാബുകാർ ഈ പറയുന്ന പോലെ കേസും പുക്കാറുമായിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും പണിയാ. അതെങ്ങനെയാലും ഒക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവർ സ്ട്രോങ് ആയിട്ട് കേസിന് പോയാൽ പണി കിട്ടും, നഷ്ടപരിഹാരം, മാനനഷ്ട കേസ്, അങ്ങനെ ഒത്തിരി പരിപാടികൾ വരുന്നതുകൊണ്ട് എങ്ങനെയാലും അതിൽ നിന്നൊക്കെ ആരുടെയും കയ്യേലോ കാലേലോ പിടിച്ച് ഒഴിവാകുക. വലിയ പ്രായമൊന്നുമില്ല, ഇഷ്ടംപോലെ ജീവിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് മാറ്റിയിട്ട് സമാധാനപരമായിട്ട് മുന്നോട്ട് വന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻകം ജനറേഷൻ പ്രോഗ്രാം കിക്കിലൊക്കെ വന്ന് ലൈവ് ചെയ്യാലോ. ഗെയിമിങ്ങും പരിപാടി എല്ലാം ഉണ്ടല്ലോ, എല്ലാം തകർത്ത് മുന്നോട്ട് നന്നായിട്ട് വരിക. അത്രേ പറയാനുള്ളൂ. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക,
ഈ കുഴപ്പത്തിൽ നിന്ന് വീണ്ടും ഒരു കുഴിയിൽ നിന്ന് വേറൊരു മുട്ടൻ കുഴിയിലേക്ക് എടുത്ത് ചാടുന്ന പരിപാടി നിർത്തിയിട്ട് കണ്ണ് തുറന്ന് റിയാലിറ്റി മനസ്സിലാക്കുക, റിയൽ വേൾഡിൽ ജീവിക്കുക, അത്രേ പറയുന്നുള്ളൂ.